കണ്ണൂരിലെ പാർട്ടി ഫണ്ട് തട്ടിപ്പിൽ പ്രതീക്ഷിച്ചത് തന്നെ സംഭവിച്ചു. കൃത്യമായ കണക്ക് പൊതുജനങ്ങളെ അറിയിക്കാൻ CPM തയ്യാറല്ല. പിരിച്ച പണത്തിൽ അപാകതയില്ലെന്ന് പാർട്ടിക്കാരെ കുടുംബസംഗമം വിളിച്ച് ബോധ്യപ്പെടുത്തും. പാർട്ടിയിൽ നിന്ന് തന്നെ ഉയർന്നു വന്ന ഫണ്ട് തട്ടിപ്പ് പൊതുസമൂഹത്തിന് മുന്നിൽ അവതരിപ്പിച്ച് ബോധ്യപ്പെടുത്താൻ കഴിയാത്തത് പണം വകമാറ്റിയതിന് തെളിവാണ്. തട്ടിപ്പ് പുറത്തു കൊണ്ടുവന്നയാൾ പാർട്ടി ശത്രുവും പകമൂത്ത് അന്ധത ബാധിച്ച ആളുമായി. ആ പുസ്തക പ്രകാശന ചടങ്ങ് മുതൽ ഇങ്ങോട്ടേക്ക് നോക്കിയാൽ എന്ത് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ പരിപാടി സംഘടിപ്പിച്ചതെന്ന് അരിയാഹാരം കഴിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാക്കും. CPM വിരുദ്ധരുടെ ഒരു ഒത്തുചേരലായിട്ടാണ് പയ്യന്നൂരിൽ ആ പരിപാടി സംഘടിപ്പിച്ചത്. അത് പുസ്തക പ്രകാശനം ചെയ്തയാൾ ജോസഫ് C. മാത്യു. അയാൾക്ക് CPM-ആയിട്ടൊരു ബന്ധമില്ല. ഇതാണ് CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷിന്റെ വിശദീകരണം. പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗമായിരുന്ന V. കുഞ്ഞികൃഷ്ണന്റെ നേതൃത്വത്തെ അണികൾ തിരുത്തണം എന്ന പേരിലുള്ള പുസ്തകത്തിന്റെ പ്രകാശനം നടന്നതിന് പിന്നാലെയായിരുന്നു രാഗേഷിന്റെ വിചിത്രമായ വിശദീകരണം. പിരിച്ചെടുത്ത പണത്തിൽ തിരിമറി നടന്നിട്ടില്ലെന്ന് പൊതുജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടതില്ല എന്നതിന് ജില്ലാ സെക്രട്ടറി പറയുന്ന കാര്യങ്ങൾ രസകരമാണ്. പാർട്ടിയുടെ വിവിധ കമ്മിറ്റികളിൽ അംഗീകരിച്ചൊരു കണക്ക് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി വിചാരിച്ചിട്ട് നേരെ മാറ്റി എഴുതാൻ വേണ്ടി പറ്റും. പാർട്ടിയെക്കുറിച്ച് ഒരു അടിസ്ഥാന ധാരണയില്ലാത്ത വിധത്തിൽ V. കുഞ്ഞികൃഷ്ണനെ പോലുള്ള ഒരാൾ പറയാൻ വേണ്ടി പറ്റും. കുഞ്ഞികൃഷ്ണന് പകമൂത്ത് അന്ധത ബാധിച്ചെന്ന് പറയുമ്പോഴും അദ്ദേഹം ഉയർത്തിയ പല കാര്യങ്ങളും ശരിയാണെന്ന് പാർട്ടിക്ക് സമ്മതിക്കേണ്ടി വന്നു എന്നത് കാണാതിരിക്കാനാവില്ല. ധനരാജ് രക്തസാക്ഷി ഫണ്ടും ഏരിയ കമ്മിറ്റി ഓഫീസ് നിർമ്മാണ ഫണ്ടും പരസ്പരം വക മാറ്റിയിട്ടുണ്ട്. 1 കോടി പിരിച്ച രക്തസാക്ഷി ഫണ്ടിൽ വീട് പണിത ശേഷമുള്ള പണം കേസ് നടത്താൻ ഉപയോഗിച്ചുവെന്നാണ് വിശദീകരണം. 4 വർഷത്തിന് ശേഷമാണ് കണക്ക് അവതരിപ്പിച്ചത്. ഇത് വീഴ്ചയായിരുന്നു. ഇത് സമ്മതിക്കുകയും ചെയ്തു. എന്നാൽ പണം നഷ്ടപ്പെട്ടിട്ടില്ല. വിനിയോഗിക്കേണ്ട രീതിയിൽ വിനിയോഗിച്ചില്ല. ഇതാണ് വിശദീകരണം. അപ്പോൾ വരവ് ചെലവ് കണക്ക് അംഗീകരിക്കുന്ന സമയത്ത് ഇത്രയും കാലയളവ് ഉണ്ടായതിന്റെ ഫലമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതിന്റെ പേരിൽ ഈ ഡബിൾ ജിയോ പാർട്ടി എന്ന് പറയുന്ന സാധനം നിങ്ങൾ കേട്ടു. അതായത് ഒരു കുറ്റത്തിന് ഒരു ശിക്ഷയാണ്. ഇത് പാർട്ടി വളരെ വിശദമായി 2022 പരിശോധിച്ചല്ലോ. പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പാർട്ടി ഒരു നിഗമനത്തിലെത്തി. എന്താ, ഫണ്ട് നഷ്ടപ്പെട്ടിട്ടില്ല, പക്ഷേ ഫണ്ട് വിനിയോഗിക്കേണ്ട വിധത്തിലല്ല വിനിയോഗിക്കപ്പെട്ടിട്ടില്ല. ഇത്രയും ക്രമക്കേട് നടന്നിട്ടും ഫണ്ട് വകമാറ്റിയെന്ന് സമ്മതിച്ചിട്ടും കുഞ്ഞികൃഷ്ണനെ പുറത്താക്കിയത് എന്തിനാണ്? ഞാൻ ഇത്രേ ചെയ്തുള്ളൂ, അതിനാണ് അവന്മാരെന്നെ എന്ന് പറയുന്നത് പോലെയായി പാർട്ടിക്ക് വേണ്ടിയുള്ള രാഗേഷിന്റെ ന്യായീകരണം.